അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു എക്സെപ്ഷൻ ആവില്ലായിരുന്നു. കാരണം നമ്മളുടെ ഇവിടെ കാണുന്ന മാട്രിമോണിയൊക്കെ നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണിയൊക്കെ തന്നെയാണ്. അത് കാണിക്കുന്നത് ഇവിടെ നടക്കുന്നത് രക്ഷിതാക്കൾ പറയുന്ന പോലെയുള്ള പരമ്പരാഗത വിവാഹങ്ങൾ തന്നെ. ഒരു 25-20 വയസ്സ് വരെ നമ്മൾ ജീവിച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് ഒരെണയെ കണ്ടെത്താനുള്ള കഴിവ് പോലും അതിനില്ലേ. പിന്നെ അയാൾ ആ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്താണ് നിങ്ങൾ കൊടുത്തത് അവർക്ക്? തീർന്നില്ല എന്താണ് കൊടുത്തത്? അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഇത് പോയിരിക്കും, ഉറപ്പാണ്. അതായത് എൻ്റെ അടുത്തുനിന്ന് പോയി എല്ലാ സമൂഹത്തിൻ്റെ അടുത്ത് അത് കുട്ടികൾ ഏറ്റെടുക്കും. അവർ ബാല്യകാല വിവാഹത്തിലാണ് നമ്മൾ അവരെ പൊത്തിവെച്ച്. അവർക്കറിയില്ല 6 വയസ്സിലും 5 വയസ്സിലും കല്യാണം കഴിക്കുമ്പോൾ അവരെന്താ 10-12 വയസ്സിലേക്ക് അവർ ലൗകിക ജീവിതത്തിലേക്ക് വരുന്നത്. അതുവരെ കളിക്കുകയാണ് അവിടെ. ആ കാലഘട്ടത്തിൽ വന്ന സാധനത്തിൽ നിന്ന് പോകുന്ന പോക്കാണിത്. അതും വരെ ഇതിൽ അപ്പുറത്തേക്കും വരും. അവർ സുഖമായിട്ട് ജീവിക്കും. ഒറ്റ കാര്യം, ഇത് ഒരാളുകളുടെ കാഴ്ചപ്പാടാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു മകൾക്ക് 20 വയസ്സില്ല 25 വയസ്സെന്ന് പറഞ്ഞു. 25 വയസ്സുള്ള മകൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ താങ്കൾക്ക് 50 വയസ്സില്ലേ? താങ്കളുടെ അനുഭവങ്ങളില്ലേ? അത്രയും കാലം ആർജിച്ച അറിവില്ലേ? ഒരു പ്രസക്തി അത് അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കൂടി കഴിഞ്ഞാൽ അത് മനോഹരമാകില്ലേ? എന്റെ അനുഭവത്തിന് ഒരു പ്രസക്തി അതുണ്ടാവും, ചർച്ചയിലുണ്ടാവും. 100% അവരാണ് ജീവിക്കേണ്ടത്. കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിനകത്ത് ആ കുട്ടികൾക്ക് നല്ല ഒരു ഭാവിയും കാര്യങ്ങളും അതിനകത്ത് എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു ഭാവി കൊടുക്കാൻ പറ്റും. അവർക്കാണ് ഭാവി കണ്ടെത്തേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത് അവർക്ക് 25 വയസ്സേ ഉള്ളു. സാറിന്റെ മകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ 25 വയസ്സേ ഉള്ളു. ആ 25 വയസ്സിനുള്ള അറിവ് ആ കുട്ടിക്കുള്ളു. നിങ്ങളുടെ 50 വയസ്സിന്റെ അറിവ് അവർക്കൊരു പ്രചോദനമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഞാൻ അവരെ കൂടെ എത്താൻ ഓടുകയാണ്. അത് നിങ്ങൾ ഒരു ഉത്തരവാദിത്തമില്ലായ്മ എന്ന് പറയാൻ പറ്റുമോ? ഉത്തരവാദിത്തം എന്തിനാണ് ഉത്തരവാദിത്തം? ഒരു ഉത്തരവാദിത്തം ഇല്ല. ഉത്തരവാദിത്തം ഉണ്ടാവണം. കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഇമ്പം ഉള്ളതെന്നുള്ള അല്ല ഉണ്ട്. ഒരുപാട് ഇമ്പം ഉണ്ടാവൂലല്ലോ. അല്ലേ? ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. നമ്മളുടെ കുട്ടികളുടെ ഇഷ്ടം അറിഞ്ഞ് അവരുടെ കല്യാണം ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തയോടുകൂടി സ്വയം ഈ ഒരു കുടുംബത്തിൽ ഒതുങ്ങുന്ന ഒരു തീരുമാനമെടുത്ത് ഉചിതമായ ഒരു തീരുമാനത്തിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കല്യാണം ആർഭാടമായാലും ഇനി കല്യാണം ആർഭാടം അല്ലാതെയാണെങ്കിലും അതിനകത്തൊന്നും പ്രസക്തിയില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, കുട്ടികളാണോ തീരുമാനിക്കുന്നത്? ഇവിടെ സാറ് പറഞ്ഞതിന് അതാ പറഞ്ഞ കുടുംബമാണ് തീരുമാനിക്കുന്നത്. കുടുംബത്തിലാണ് കുട്ടികളും അച്ഛനും അമ്മയും എല്ലാം ഉള്ളത്. കുടുംബം ഉദ്ദേശിച്ചാരാ? കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, മക്കളടങ്ങും. സാറ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഇവിടെ ആരും ഉത്തരം പറഞ്ഞില്ല. 25 വയസ്സ് വരെ വളർത്തിയ ഒരാൾക്ക് സ്വന്തം കൂടെ താമസിക്കുന്ന ആളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എന്താ ഒരു കാര്യം പറയട്ടെ സാറ് പറഞ്ഞ ചോദ്യത്തോടെ എനിക്കതിന്റെ ബിയോയി പോരെ. കാരണം വെച്ചല്ലേ നമ്മൾ 25 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾക്ക് വേണ്ടത്ര രീതിയിലുള്ള അറിവൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഈ കുട്ടികള് അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയായ ആളുകള് ഒരാളെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതിന് അച്ഛനമ്മമാരുടെ എന്തെങ്കിലും അഭിപ്രായം വേണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ കാണുന്നേ ഇല്ല. പക്ഷേ അവരുടെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമാണ് എന്ന് കരുതുന്നത് ശരിയല്ല. കാരണം ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പോലും റാൻഡമായിട്ട് ഒരാളെ എടുത്തിട്ട് അവരുടെ വിവാഹ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അത് ചിലപ്പോൾ സ്വന്തം ജാതിയിൽ നിന്നോ സ്വന്തം മതത്തിൽ നിന്നോ തന്നെ ആയിരിക്കും. അതായത് ഇതൊന്നും ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ സമ്പത്തും ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ കല്യാണം എനിക്ക് ആർഭാടമായിട്ട് നടത്തണം എന്ന് ഈ കുട്ടി ആഗ്രഹിക്കുകയും അതിന് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് അച്ഛനും അമ്മയ്ക്കും വിട്ടുതരാമെന്ന് പറയുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അച്ഛനും അമ്മയും അത് അവരുടെ ആർഭാടത്തിനനുസരിച്ച് കല്യാണം കൊടുക്കാൻ താല്പര്യം. അതായത് ആഘോഷമാക്കുകയാണ് വേണ്ടത്, ആർഭാടാക്കുകയല്ല വേണ്ടത്. ജീവിതകാലം മുഴുവൻ ആഘോഷമാക്കാൻ ശ്രമിക്കുക, അതാണ് ജീവിതം. പിന്നെ ഈ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ രക്ഷിതാക്കളുടെ ധനം പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് നിൽക്കാനുള്ള ഇടം മാത്രമാണ്. ആ രീതിയിൽ അഭിമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ അവരുണ്ടാക്കി വെച്ച സാധനം മുടിക്കുക എന്നുള്ളതല്ല, അതാണ് ദൂരത്തിലേക്ക് വരുന്നത്. നിങ്ങളെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടി ഒരു 18-20 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ വീട് വിട്ട് ഇറങ്ങണം, എന്നിട്ട് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം. ഈ ആൾക്കാരുള്ളൂ ഇവിടെ വേൾഡില് സാറിനെ പോലെ ചിന്തിക്കുന്ന റയറായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ഇപ്പോഴും ചെക്കൻ്റെ വീട്ടിൽ എത്ര സ്വത്തുണ്ട്, എത്ര തരാനുണ്ട്, ഇവിടെ നിന്ന് എത്ര കൊടുക്കാണ്ട് ചോദിച്ച് കല്യാണം നടത്തുന്നവരിപ്പോഴും ഉണ്ട്. അതേ ഉള്ളൂ, ഇങ്ങനെ നടക്കുന്ന ഒരു റയറാ. അങ്ങനെയുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ്. നിങ്ങൾ പറയണ പോലെ കല്യാണം കഴിക്കണേണ്. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണ ചെലവ് നിങ്ങൾക്ക് എടുക്കാം.
മാതാപിതാക്കൾ പറയുന്ന പോലെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നു, ഞങ്ങളുടെ കല്യാണ ചെലവ് നിങ്ങൾ എടുക്കണം, ചിന്തിക്കുള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇനി അവര് കല്യാണ ചെലവ് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പറയും കല്യാണം കഴിക്കണ്ട, വേണേ കിട്ടിയാൽ നോ പ്രോബ്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.